വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 4th സെം BSc ബോട്ടണി ഡിഗ്രി പ്രോഗ്രാമിൽ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ പ്ലാന്റ് സയൻസ് എന്ന് പറയുന്ന പേപ്പറിൽ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ 2021 മുതൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ വരെ നോക്കിയിട്ട് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, എത്ര മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്, ആ രീതിയിലുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുന്ന ആ പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ 2021 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും 21, 22, 23 പേപ്പറിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് 10 മാർക്കിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 ക്വസ്റ്റ്യൻ ആണല്ലോ 10 മാർക്കിൻ്റെ നമുക്ക് ഉണ്ടാവുക. അതിലേതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ എഴുതുക. ആ 2 ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യൻ 2021, 22, 23 3 ക്വസ്റ്റ്യൻ പേപ്പറിലും 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോ ഫിസിക്സ് എന്നും ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോസ്റ്റാറ്റിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി 25 എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഏതെന്ന് വേണമെങ്കിലും വരാം. ബയോ ഫിസിക്സ് എന്ന് വരാം, ബയോസ്റ്റാറ്റിൽ നിന്ന് വരാം, മൈക്രോ ടെക്നിക്ക് എന്ന് വരാം, പിന്നെ ഇതെന്ന് വരാം, സയൻറ്റിഫിക് മെത്തേഡ് എന്ന് വരാം. 21, 22, 23 സയൻറ്റിഫിക് മെത്തേഡിൽ നിന്നാണ് 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ 21 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 21 മൈക്രോ ടെക്നിക്ക് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ വന്നിട്ടുള്ളത്. പിന്നെ 22 10 മാർക്കിൻ്റെത് വന്നിട്ടുള്ളത് ഒന്ന് സയൻറ്റിഫിക് മെത്തേഡിൽ നിന്നും ഒന്ന് ബയോഫിസിക്സ് എന്നുമാണ്. 23 ഒന്ന് ബയോഫിസിക്സ് എന്നും ഒന്ന് സയൻറ്റിഫിക് മെത്തേഡിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. 24 ഒന്ന് ബയോഫിസിക്സ് എന്നും ഒന്ന് ബയോസ്റ്റാറ്റിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോർഷനായിട്ടുള്ള ബയോസ്റ്റാറ്റിയിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ബയോസ്റ്റാറ്റിയിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 and 2 2 മൊഡ്യൂൾസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ എന്താണ്, ബയോസ്റ്റാറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻ. ഇതൊരു തവണ വന്നിട്ടുണ്ട് 2023 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ബയോസ്റ്റാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ചിടുന്നത് നല്ലതായിരിക്കും. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാമല്ലോ. നമുക്ക് സീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും എഴുതിയാൽ അത്രയും നല്ലത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഒബ്സർവേഷനാണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അടിവരയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, 2022 എന്താണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ 2022 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2022 7 മാർക്കിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന പോർഷൻ എന്ന് വന്നിട്ടുള്ളത്. ഒബ്സർവേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിനും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അപ്പോൾ 5 മാർക്കിനും 2 മാർക്കിനുമാണ് ഒബ്സർവേഷൻ എന്നുള്ള ഭാഗത്തുനിന്ന് 2022 വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് 24 24 കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി അടുത്തത് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഏതോ ഒരു കൊല്ലം ഡാറ്റ കളക്ഷൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2023 ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഡാറ്റ കളക്ഷൻ, മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 2023. അതിന് ശേഷം അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. 2023 മാത്രമാണ് ആ ഒരു ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ നമ്മൾ 21, 22, 23, 24 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ? യൂസിങ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
അത് 2021 പിന്നെ 2022 എങ്ങനെയൊക്കെയാണ് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2022 21 22 എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ 24 സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇൻ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. 24 അതുപോലെ തന്നെ 23 ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇൻ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് 23 24 ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 5 മാർക്കിനാണ് ആ ഒരു പോർഷൻ എന്ന് വന്നിട്ടുള്ളത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയും 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 21 22. ഓക്കെ, ഇനി എറേഴ്സ് റാൻഡം മിററൊക്കെ ഒരു വട്ടമായിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് റാൻഡം മിറർ എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് നോക്കുകയാണെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ആ ഒരു പോർഷന് എനിക്ക് തോന്നുന്നു 2 വട്ടം എങ്ങാനും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് 2021 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. പിന്നെ മീനും മീഡിയനും മാത്രമായിട്ട് 2 മാർക്കിന് 2023 എന്താണ് 2 മാർക്കിന് മീനും മീഡിയനും മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ്. പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ റേഞ്ച്, മീൻ ഡീവിയേഷൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആ കാര്യങ്ങൾ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും അതുപോലെ തന്നെ എന്താണ് റിഗ്രഷൻ അനാലിസിസും ഈ 2 പോർഷൻ എന്ന് പറയുന്നത് ആണ് 2024 എസ്സേയിൽ ഉള്ള 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും റിഗ്രഷൻ അനാലിസിസും കൂടി ചേർത്തതാണ് 2024 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ പിന്നെ ചോദിച്ചിട്ടുള്ളത് മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും ഇക്വേഷൻ ഫോർമുല എന്താണെന്ന് പറഞ്ഞിട്ട് 2021 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, മീൻ ഡീവിയേഷൻ്റെയും ഫോർമുല എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 2 മാർക്കിൻ്റെ. അപ്പോൾ അതാണ് ആ ഒരു ഭാഗത്ത് നിന്നുള്ളത്. പിന്നെ ഹൈപ്പോത്തസിസ് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു തവണ എന്താണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു തവണ ജസ്റ്റ് എന്താണ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് 2024 ചോദിച്ചതാണ്. പിന്നെ ഹൈപ്പോത്തസിസ് എന്താണെന്ന് ജനറലായിട്ട് ചോദിച്ചത് 2022 ഓക്കെ. പിന്നെ ഒരു തവണ സ്കൈ സ്ക്വയർ ടെസ്റ്റ്, അതായത് 2022 സ്കൈ സ്ക്വയർ ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. ഓക്കെ, അപ്പോൾ അത്രയാണ് ബയോസ്റ്റാറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബയോസ്റ്റാറ്റിൻ്റെ പോർഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ മൊഡ്യൂൾ 2 ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് സെൻട്രൽ ടെൻഡൻസിയും അതുപോലെ തന്നെ ഡിസ്പേർഷനും. അതാണ് കുറച്ചുകൂടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 ടോപ്പിക്ക്, സെൻട്രൽ ടെൻഡൻസിയും ഡിസ്പേർഷനും ആണ്. പിന്നെ ഈ ഒരു കേസിൽ വരുമ്പോൾ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇൻ ഇൻ്റർപ്രിട്ടേഷൻ, റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ, അതുപോലെ തന്നെ ഒബ്സർവേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ബയോസ്റ്റാറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റ് ടോപ്പിക്കുകൾ നോക്കാം. ഇനി ഏറ്റവും ഇതിലെ എല്ലാ ടോപ്പിക്കുകളും എല്ലാ പോർഷൻസും കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൊത്തമായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം എന്നുള്ളത് ജസ്റ്റ് ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാം എന്നാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അറിഞ്ഞിട്ടില്ല, എക്സാം ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, എനിക്ക് നിങ്ങളുടെ ഡേറ്റിനനുസരിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യുമെന്ന് ഉറപ്പ് പറയുന്നില്ല. ക്ലാസ്സിൻ്റെ വീഡിയോസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല, നിങ്ങളുടെ ഡേറ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.